അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഐക്യ ഫർണിച്ചർ ഷോപ്പ് കാണാൻ പോവാണ്. അപ്പോൾ നിങ്ങളും പോരെ ഞങ്ങളുടെ കൂടെ. ഐക്യ എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഫർണിച്ചർ സ്റ്റോറാണ്. അതിലൊരു സ്റ്റോറിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു ചെറിയ സാധനങ്ങൾ മുതൽ തുടങ്ങി ഇപ്പം ആ എൻട്രൻസിൽ തന്നെ. ഇപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫാസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു എൽ സെക്ഷണൽ സോഫയാണ്. ഓരോ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചാണിത് ആ ഒരു നമ്മുടെ ഒരു റൂമിനൊരു ഭംഗി എങ്ങനെ കൂട്ടും എന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ശരിക്കും ഐക്യ എന്ന് പറയുന്നത് ഒരു സ്വീഡിഷ് കമ്പനിയാണ്. അതൊരു ഏകദേശം 1950s തുടങ്ങിയൊരു കമ്പനിയാണ്. ഐക്യ എന്ന് നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കില്ലേ, അത് എങ്ങനെയാണ് ഇതിന് ഈ പേര് വന്നത്. ആ പേര് ശരിക്കും ഇതിൻ്റെ ഫൗണ്ടർ പേരിൻ്റെ ഇനീഷ്യൽസ് ആണ്, IKEA. ഞങ്ങളിവിടെ സോഫ നോക്കാൻ വന്നത്. ആക്ച്വലി ഞങ്ങൾ വേറെ സ്റ്റോറുകൾ നോക്കിയിട്ട് അവിടെ നിന്ന് കമ്പയർ ചെയ്യാൻ വന്നത് ആക്ച്വലി റേറ്റ്സ്. ഇതൊരു സെക്ഷണൽ സോഫയാണ്. സോഫകൾ തന്നെ എന്തോരം വെറൈറ്റി ഉണ്ടല്ലോ. ഇപ്പം എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ ഇതുപോലത്തെ സ്റ്റോറുകൾ വിസിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്ര ടൈപ്സ് ഓഫ് സോഫാസ് ഉണ്ടെന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലിരിക്കുന്ന ഒരു ലവ് സീറ്റാണ്, താഴെ ഇരിക്കുന്ന ഒരു സോഫയാണ്. ലവ് സീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതൊരു 2-seater സോഫ എന്ന് പറയാം, ഒരു കോമ്പാക്ട് സോഫ. ഇവർ ഓരോ റൂമും എങ്ങനെ അറേഞ്ച് ചെയ്തതെന്നുള്ളതാണ് നമ്മളെ ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. എങ്ങനെ ഓരോ റൂംസിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം, എത്ര കുഞ്ഞു റൂമാണെങ്കിലും അതിനെ എങ്ങനെ നമുക്ക് ഭംഗി കൂട്ടാം എന്നുള്ളതൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു ഐറ്റം തന്നെ, അതായത് ഇപ്പം ഫേർണിച്ചേഴ്സ് അല്ലെങ്കിൽ ബെഡ്സ്, അങ്ങനെ ഒരു ഐറ്റം തന്നെ ഇങ്ങനെ കുറേ എണ്ണം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഭംഗി അറിയില്ല അല്ലേ. പക്ഷെ ഇവർ അപ്പോഴാണ് ആ ഒരു ഫേർണിച്ചർ സ്റ്റോഴ്സിൻ്റെ ഇടയിൽ ഇടം തേർന്നത്. കാരണം ഇവരൊരു വെറൈറ്റി ആയിട്ട് ചിന്തിച്ചു. ഇവരുടെ ഒരു കാറ്റലോഗിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത പോലെ ആയിരിക്കും നമ്മൾ ഇവരുടെ സ്റ്റോറിലേക്ക് എൻ്റർ ചെയ്യുന്നത്. നമുക്ക് ശരിക്കും അവരുടെ ഒരു കാറ്റലോഗ് ഇങ്ങനെ മറക്കണ പോലെ ഉണ്ട്. നമ്മൾ അവരുടെ ഓരോ സെക്ഷൻസ് അറേഞ്ച് ചെയ്ത് വെച്ചത് കാണുമ്പോൾ തോന്നാം. ഓരോ ലിവിങ് റൂംസും ഇവർ അറേഞ്ച് ചെയ്തത് വ്യത്യസ്തമായ രീതിയിലാണ്. ഓരോ ബെഡ്റൂംസും അറേഞ്ച് ചെയ്തതും വ്യത്യസ്തമായ രീതിയിലാണ്. ഒന്നിനോട് സാമ്യമായിട്ട് ഒന്നും കാണാൻ പറ്റില്ല നമുക്കിവിടെ. അത്രയ്ക്കധികം അപ്പോൾ അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരു റൂം ഡിസൈൻ ചെയ്യാൻ വേണ്ടി. ഇപ്പം ഇതൊരു ലിവിങ് റൂമാണ്. ഇപ്പോൾ ആ സോഫയുടെ മേലെ പെയിൻറ്റിങ്സ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിലൊരു പ്ലാന്റ് ഉണ്ട്, TV ഉണ്ട്. അങ്ങനെ ഓരോന്നും അവർ അതാത് സ്ഥാനത്ത് അറേഞ്ച് ചെയ്ത് വെച്ചപ്പോഴാണ് ആ ഒരു റൂമിന് ആ ഒരു ഭംഗി വരണം. നമുക്ക് അങ്ങനെ കുറേ ഐഡിയാസ് ഈ ഐക്യ സ്റ്റോർ വിസിറ്റ് ചെയ്യുമ്പോൾ വരും. അത് തന്നെയാണ് അവരുടെ ഉദ്ദേശവും. കാരണം അങ്ങനെ ഐഡിയാസ് വരുമ്പോൾ നമ്മൾ അപ്പോൾ ഇവരുടെ അവിടെ നിന്ന് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. അതുപോലത്തെ ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളും ഞങ്ങൾ ഐക്യയിൽ നിന്ന് കൂടുതലും വാങ്ങാറുണ്ട്. ഈ കുഞ്ഞ് ജഗ്ഗുകൾ, അതുപോലെ മഗ്, പിന്നെ ബാത്റൂമിൻ്റെ ഓരോ ആക്സസറീസ്. ഈ മഗ്ഗിനൊക്കെ ശരിക്കും ഇവിടെ ഒരു 99 cents ഉള്ളൂ. ഐക്യയിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അവർ കവർ, പ്ലാസ്റ്റിക് ബാഗ്സ് തരില്ല. ഇപ്പം നാട്ടിലും അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ റീയൂസബിൾ ബാഗ്സ് either നമുക്ക് അവരുടെ സ്റ്റോറിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. ഇവർ ബാത്റൂം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാണ്, അവർ അങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാണ്. എൻ്റെ ബാക്കിൽ കണ്ട ഷവർ ക്യൂബിക്കിളാണ് ഇത്. ഇവിടെ 2 വാഷ് ഏരിയ ഉണ്ട്. ഇത് ബെഡ്റൂമൊക്കെ എന്ത് ഭംഗിയിലല്ലേ അവർ അറേഞ്ച് ചെയ്ത് വെച്ചാണ്. ഒരു റൗണ്ട് മിറർ, അതിൻ്റെ താഴെ ഒരു കബോർഡ്, ഒരു ലൈറ്റ് അതിനിടയിൽ. അത് വാർഡ്രോബാണ്. ഇത് വാർഡ്രോബിൻ്റെ സൈഡിലെ സ്ലൈഡിങ് ഡോറിനടക്കം ഒരു മിറർ. ഇങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളാണെങ്കിലും അത് എത്ര ഭംഗി തരുന്നുള്ളതാണ് നമുക്ക് ഈ സ്റ്റോറ് കാണിച്ചു തരുന്നത്.
ഇത് നമ്മുടെ കിച്ചണാണ്. കിച്ചൻ്റെ ഒരു സ്റ്റവ് ടോപ്പ്, അതുപോലെ ക്യാബിനറ്റ്സ്, ഈ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെയൊക്കെ ഐറ്റം നമ്പർ നമ്മൾ അവരുടെ ഒരു നോട്ട് പാഡ് ഉണ്ടാവും അവിടെ ഓരോ സ്ഥലത്തും. ആ നോട്ട് പാഡും ഒരു പെൻസിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനകത്ത് ജോട്ട് ഡൗൺ ചെയ്തിട്ട് നമുക്കത് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് നമുക്കത് എടുക്കാം, ഐറ്റം പിക്കപ്പ് ചെയ്യാം. ആ കൗണ്ടർ ടോപ്പിൻ്റെ മെറ്റീരിയൽ അടക്കം നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ് അവരവിടെ റേറ്റ് ചെയ്യുകയാണ്. ക്വാഡ്സിൻ്റെ ഉണ്ട്, അങ്ങനെ പല പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. നമ്മുടെ സ്പൂണും ഫോർക്കും അങ്ങനത്തെ നൈഫൊക്കെ വെക്കാനുള്ള ചെറിയൊരു സാധനം. ഇതൊരു കിച്ചണാണ്. ശരിക്കും ഒരു ഫുൾ കിച്ചൺ ഐക്കിയയിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ച് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു $19,000 വരുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ കിച്ചണിൻ്റെ സൈസ് അനുസരിച്ചും നമ്മൾ ചൂസ് ചെയ്യണ മെറ്റീരിയലിൻ്റെ ടൈപ്പ് അനുസരിച്ചൊക്കെ ഇരിക്കും. ഈ ഐക്യ സ്റ്റോർ ശരിക്കും ഫുൾ നടന്ന് കാണാൻ വേണ്ടി ഏകദേശം ഒരു 2-3 മണിക്കൂർ മിനിമം എടുക്കും. അത്ര വലിയ സ്റ്റോറായിരിക്കും. ഇവർ കൂടുതലും ഇപ്പോൾ ചൈനയും അതുപോലെ ഏഷ്യൻ കൺട്രീസിലാണ് ഇപ്പോൾ ഏൽപ്പിച്ചാണ് ഇങ്ങനെ അവർ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി. കൂടുതലും എല്ലാ കമ്പനീസും ഇപ്പോൾ ഏഷ്യൻ കൺട്രീസിലാണല്ലോ കൊടുത്തേണത്. ഇവൺ ആ വാളിന് അടിച്ചാണ് അവരെ കളർ കണ്ട, പെയിൻറ്റിൻ്റെ കളർ അടക്കം ശരിക്കും ഇറ്റ് മാറ്റേഴ്സ്. അങ്ങനെയാണ് ശരിക്കും ഈ സ്റ്റോറിൻ്റെ ഒരു ഭംഗി വരണം. ഇതാ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റാണ്, സ്ക്വയർ ഫീറ്റ് അനുസരിച്ചുള്ള റേറ്റാണ് $238. ഇത് ഏറ്റവും കുറവ് റേറ്റിലും കിട്ടും നമുക്ക്. അതുപോലെ മെറ്റീരിയൽ അനുസരിച്ച് അങ്ങനെ എക്സ്പെൻസീവ് ആവുകയും ചെയ്യും. അപ്പോൾ എങ്ങനത്തെ കസ്റ്റമർ ആണോ അതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ശരിക്കും നിങ്ങൾക്ക് ഈ വ്ളോഗ് കാണുമ്പോൾ കുറച്ചെങ്കിലും ഐഡിയ കിട്ടും നമ്മുടെ കിച്ചൺ എങ്ങനെ സെറ്റപ്പ് ചെയ്യണം. ഇപ്പോൾ ഒരു ഐഡിയയും ഇല്ലാണ്ട് അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കണതിനും കുറച്ച് ഐഡിയാസ് ഈ വ്ളോഗിൽ കൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഏകദേശം ഒരു 4ഓളം ഐക്യ സ്റ്റോഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഡൽഹി, അങ്ങനെ കുറച്ച് ഐക്യ സ്റ്റോഴ്സ് ഉണ്ട് ഇപ്പോഴും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാനൊരു അവസരമാണല്ലോ. അവിടെ വെച്ചാൽ ആ കാസ്റ്റ് അയണിൻ്റെ സ്കില്ലറ്റും ആ ഗ്രിൽ പാനും അങ്ങനെ എല്ലാതും അവിടെ വിൽക്കാൻ വെച്ചാണ് സാധനങ്ങളാണ്. ഒരു വാർഡ്രോബ് തുറന്നു നോക്കി അതിനകത്ത് ഡ്രസ്സും ഉണ്ടാവും. ആ ഡ്രസ്സ് അടക്കം നമുക്ക് പർച്ചേസ് ചെയ്യാം. ഭംഗിക്ക് മാത്രമായിട്ട് ഇവിടെ ഒരു സാധനം വെച്ചിട്ടില്ല. ഭംഗി പ്ലസ് ഇൻ കേസ് നമുക്കത് ഇഷ്ടപ്പെടാണെങ്കിൽ അത് നോക്കി പോകണ്ട, നമുക്കത് അപ്പം തന്നെ വാങ്ങാം. വിത്ത് പ്രൈസ് ടാഗാണ് അവരത് അവിടെ വെച്ചാണ്. ഈ ഐക്യാണ് വാങ്ങുന്ന സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം. ഓപ്പൺഡ് അല്ലെങ്കിൽ അത് ഒരു കൊല്ലത്തിനുള്ളിൽ റിട്ടേൺ ചെയ്താൽ മതി. ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അതൊരു 180 ഡേയ്സിനുള്ളിൽ റിട്ടേൺ ചെയ്യണം വിത്ത് ഫുൾ റീഫണ്ട്. ഇപ്പോൾ ഒരു വർക്ക് ഫ്രം ഹോം സെറ്റപ്പൊക്കെ ഇനി കണ്ടു തുടങ്ങാം നമുക്ക്. കാരണം കോവിഡ് ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ വർക്ക് ഫ്രം ഹോം ആയിരിക്കും മിക്ക ജോബ്സും.
അപ്പോൾ അതനുസരിച്ച് അവരെ ഫേർണിച്ചറിനെ അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കൂടുതലും വർക്ക് ഫ്രം ഹോം ടൈപ്പ്, അതായത് ഡെസ്ക്ടോപ്പ് ഫേർണിച്ചേഴ്സ്, അതുപോലെ ഓഫീസ് ചെയർസ്, ടേബിൾസ്, അങ്ങനത്തെയാണ് ഫുൾ അവർ സെറ്റപ്പ് ചെയ്തതാണ്. അതിനാണ് ആൾക്കാർ കൂടുതലായിട്ട് വാങ്ങാൻ വേണ്ടി വരണതും. ഇതിപ്പോൾ ഞാനിരുന്ന് നോക്കുന്നത് ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം പോലെ ഒരു സംഭവമാണ്. ഒരു ഹൈ എൻഡ് ടേബിളും റിമോട്ട് കൺട്രോൾഡ് ടേബിളൊക്കെയാണ് അത്. നമുക്കതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചാണുണ്ടോ സൈഡിൽ. ഇനിയിപ്പോൾ നമ്മൾ കടക്കാൻ പോകുന്നത് കിഡ്സ് റൂമിലേക്കാണ്. ഒരു കിഡ്സിൻ്റെ റൂം എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാമെന്ന് നമുക്ക് ഇതിലൂടെ കണ്ടുപഠിക്കാം ശരിക്കും. ഗേൾ ആണെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡിൽ ഫുൾ ബെഡ്റൂം ചെയ്യാം, ബോയ് ആണെങ്കിൽ ബ്ലൂ ഷെയ്ഡിൽ ചെയ്യാം. അതുപോലെ ഈവൻ അവരുടെ ഹാങ്ങേഴ്സ് അടക്കം പല കളറിൽ പിള്ളേരുടെ അവർക്ക് അട്രാക്റ്റീവ് ആവുന്ന രീതിയിലാണ് അവർ ചെയ്തു വെച്ചാണ്. കബോർഡ്സിൻ്റെ ഒക്കെ കളർ ഉണ്ടാകും. ഒരു പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിൽ, നമ്മുടെ സ്കൂളുകളിലൊക്കെ കാണുന്ന പോലത്തെ രീതിയിൽ അവർ ചെയ്തു വെച്ചേക്കാണ്. ബങ്ക് ബെഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാം ഫുൾ കളർഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ടോയ്സും ഉണ്ടാവും. ഇപ്പോൾ ടോയ്സ് കാണുമ്പോൾ പിള്ളേർ പിന്നെ നമ്മളെ അവിടുന്ന് തിരിച്ചു വരാൻ സമ്മതിക്കില്ല. ഇത് കിഡ്സിൻ്റെ ഡിന്നർ സെറ്റാണ്. ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ചെയറും ടേബിളും. ഇത് ശരിക്കും നമ്മൾ നാട്ടിൽ നഴ്സറി സ്കൂളുകളിൽ അങ്ങനെ ഓരോന്നിലൊക്കെയല്ല നമ്മൾ കണ്ടിട്ടുള്ളൂ ഇത്ര കളർഫുള്ളായിട്ടുള്ളത്. ഈ ഫേർണിച്ചേഴ്സ് അടക്കം അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. ചിലപ്പോൾ ടെൻസ് കണ്ടാൽ പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കിച്ചൺ സിങ്കൊക്കെ ഒരു കുഞ്ഞൊരു പിള്ളേർക്ക് പറ്റിയ രീതിയിൽ അവരുടേതായൊരു ലോകം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അവർക്ക്. പോട്ടി ബോക്സുകൾ ഇരിക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞ് സ്റ്റൂളുകൾ, അതായത് അവർക്ക് ബാത്റൂമിൽ പോകാനുള്ള ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിൽ. ഞങ്ങൾ ഈ ചെയർ ശരിക്കും വാങ്ങിയായിരുന്നു. ഇതിന് ഹൈ ചെയർ, ഇത് ശരിക്കും അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇവിടെ ശരിക്കും ഈ കുഞ്ഞു പിള്ളേരെ ചെറുപ്പം മുതലേ ഒരു ഇരിക്കണ പ്രായമാവുമ്പോൾ തൊട്ട് ഈ ഹൈ ചെയറിൽ ഇരുത്തി ഫുഡ് കൊടുത്ത് പഠിപ്പിക്കും. ഇത് ഫുൾ ഡിസ്മാൻറ്റിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇതിനൊക്കെ ഫുള്ളി പാക്ഡ് ആയിട്ട് ഇതിൻ്റെ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ അവർ ഫുള്ളി പാക്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മളത് വെറുതെ പിക്കപ്പ് ചെയ്താൽ മതി ഐറ്റം നമ്പർ അനുസരിച്ച്. അടുത്ത ഫ്ലോറിൽ ഇനി നമുക്ക് കിച്ചണിലേക്ക് വരേണ്ട ആവശ്യമുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, പ്ലേറ്റ്സ്, ഗ്രേറ്റർ, അങ്ങനെ പല സാധനങ്ങളും കിട്ടുന്നു. ബീക്കേഴ്സ്, ഓയിൽ ഡിസ്പെൻസേഴ്സ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ആവശ്യമുള്ളതെല്ലാം കിട്ടും. ഇത്രേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ഒരു ഐക്യ വ്ളോഗായിരുന്നു ഇന്ന്. നിങ്ങൾ പല ഐക്യ വ്ളോഗ്സും കണ്ടിട്ടുണ്ടാവും, പക്ഷേ US-ലെ ഐക്യ എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് ഈ വ്ളോഗിലൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് us by subscribing to our channel, and please do leave your comments below. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ.